അവർ പറയണത് ഞാൻ പത്രം കൊടുക്കണത്, ഇനി പറയണത് ഞാൻ പത്രം കൊടുക്കണത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല ആരെയും നിൽക്കുമ്പോൾ അത് ഇങ്ങനെ കൊടുത്തു, ആൾക്കാർ ഇങ്ങനെ കൊടുക്കുമല്ലേ, എന്നെ കണ്ടാ മിണ്ടല്ലെന്ന് പറഞ്ഞ് പത്രം മുഖത്ത് നോക്കാതെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഒരു പത്രമെങ്കിലും അങ്ങനെ കൊടുത്താൽ 9 ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുക്കാത്ത പോലെയാവും. അത് അതാണ് അവർക്കെന്തെങ്കിലും മനസ്സിലായി. അതാണ് ആത്മാർത്ഥത എന്ന് പറയണത്. അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് വെച്ചാൽ അവർ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ അവർ ആ കേൾക്കുന്ന ആൾക്കാർക്ക് കൃപാസനത്തിൽ വരും. അങ്ങനെ വരണം. അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അത് ദൈവത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദൈവം വിട്ടു പോകത്തില്ല. എൻ്റെ മക്കളെ, ഞാൻ 65 വയസ്സുകൊണ്ട് എനിക്ക് 4 വയസ്സ് മുതൽ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളാണ്. എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയണത് നമ്മളൊരു മണ്ടൻ ജീവികളാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇത്തിരി ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥത കാണിച്ചാൽ ദൈവം ഒരു 10 ഇരട്ടി നമ്മുടെ ആത്മാർത്ഥത കാണിക്കും. എനിക്ക് മനസ്സിലായിരിക്കുന്ന സംഭവം, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സീരിയസ് ആകണത്. മനസ്സിലായോ? നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കണില്ല എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഇനി ഞാനിങ്ങനെ സീരിയസ് ആയില്ലെങ്കിൽ നടക്കാതെ പോയാലെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണത്. ദാറ്റ് ഇസ് റോങ്. മറ്റേതെന്താണ്? നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണത് ദൈവത്തിന് എൻ്റെ ജന്മം കൊണ്ട് ദൈവം ഒരു പ്രയോജനം ഉണ്ടാക്കാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. അത് അങ്ങനെ തന്നെ അവർ പറയുകയാണ്. അതായത് റിനി പറയണത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് ഉടമ്പടി ജീവിക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ജീവിത അഭിലാഷമെന്ന്. അല്ല എൻ്റെ കാര്യം നടക്കുകയെന്നല്ല. ഇതൊക്കെ എന്ത് പറച്ചിലാണ്, പത്തരമാറ്റ് തങ്കം പറച്ചിലാണിത്. എന്താ കാര്യമാണ്? ഉടമ്പടി ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിത അഭിലാഷം. അല്ല എൻ്റെ മകളെ കെട്ടിക്കുകയല്ല, വസ്തു മാറ്റുകയല്ല, കടം പരിഹരിക്കുകയല്ല. അതൊക്കെ എൻ്റെ ദൈവം ചെയ്തോളും. എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഉടമ്പടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത അഭിലാഷം. കൈയടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥന മാത്രമല്ല, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, നിങ്ങൾ ഉടമ്പടിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ദൈവം തീരുമാനമുണ്ടാക്കുന്ന ഏറ്റവും ശുഭതർക്കമായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവദൃശ്യനിധി സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ദൈവസ്നേഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും ഈ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന്
മരിയൻ ഉടമ്പടിയെടുത്ത് നമ്മുടെ തന്നെ ജീവിത വിശുദ്ധീകരണം നടത്തി പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ദൈവകൃപയെ നോക്കിപ്പാർത്ത് ദുരന്തമുഖങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്ത ഉടമ്പടി ദിനത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മയിൽ കൊണ്ടുവരാം. എന്തുമാത്രം തീക്ഷ്ണതയോടും കൂടി വിഷമത്തോടും കൂടിയാണ് ഈ ഒരു ആലയത്തിലേക്ക് അന്ന് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥനകൾ തുടങ്ങിയത്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതേ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനുള്ള അധിക കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്ത് ഇരിക്കുന്ന എല്ലാ ദൗത്യങ്ങളുടെയും വിജയത്തിനായി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധനയിലുടനീളം ജോസഫ് അച്ഛനിലൂടെ ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴകളെ പരിഹരിക്കുവാൻ ഈശോയെ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വലിയ ആത്മജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപാസനത്തിന്റെ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളെ പ്രത്യേകമായിട്ട് കർത്താരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും, ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും, ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന, അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും, കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ദേവപിതാവേ നന്ദി, ദേവപിതാവേ മഹത്വം, ദേവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഒന്നും ഞാനത് മൈൻഡ് ചെയ്തില്ല. അത് മൈൻഡ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലും ആയിരുന്നില്ല. കാരണം ഞാൻ അവിടെ പോയിട്ട് പെട്ടുപോയൊരവസ്ഥ തന്നെയായിരുന്നു. കാരണം ഫുഡ് ശരിയാവുന്നില്ല, താമസ സ്ഥലം ഒന്നും തന്നെ ശരിയാവുന്നില്ല. ആകെ അത് കേൾക്കാനൊരു മൈൻഡേ ആയിരുന്നില്ല ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ഡ്യൂട്ടീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഭയങ്കര വിഷമങ്ങളായി, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായി. അങ്ങനെ ഞാൻ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എനിക്ക് അയച്ചു തന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട്, അതായത് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ 3:1, അതായത് ഒരു സ്റ്റാഫിന് 3 പേഷ്യൻസ്. ഈ 3 പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിലായിരിക്കും. എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എങ്ങനെയെങ്കിലും ഒരു കുഴപ്പം, ഞാൻ നോക്കുന്ന പേഷ്യൻസിന് ഒരു കുഴപ്പമില്ലാതെ, ഒരു കംപ്ലയിൻസും ഇല്ലാതെ രാവിലെ എനിക്ക് ഓവർ കൊടുത്തിട്ട് വരാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെയാണ് പയ്യെ പയ്യെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ എൻ്റെ പ്രെയർ ടൈമിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങി. അങ്ങനെ ചൊല്ലിത്തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ്, അതായത് ഞാൻ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ മാറ്റി. അതായത് ന്യൂ ആയിട്ട് ചെല്ലുന്ന ഒരു സ്റ്റാഫിന്, അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ളൊരു സ്റ്റാഫിന് ഒരിക്കലും ഡിപ്പാർട്ട്മെൻറ്റ് മാറുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവരേത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് കയറിയത്, അവരുടെ പ്രൊബേഷൻ പീരീഡ് കഴിയാതെ ഒരിക്കലും ഡിപ്പാർട്ട്മെൻറ്റ് മാറാൻ പറ്റത്തില്ല. അതും ഡിപ്പാർട്ട്മെൻറ്റ് മാറണമെങ്കിൽ നമ്മൾ അവർക്ക് NSൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പം ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവർ മാറ്റിയത്. അതായത് എന്നെ മെഡിക്കൽ ICUന്ന് എന്നെ മാറ്റിയത് ലിവർ ട്രാൻസ്പ്ലാന്റ് ICUയിലേക്കാണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് ICU ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ വെച്ച് നോക്കുമ്പോൾ സ്ട്രെസ്സ് ഗ്രാജുവലി കുറവായിരുന്നു. MIC വെച്ച് നോക്കുമ്പോൾ അവിടെ 1:1 റേഷ്യോ ആയിരുന്നു. ഒരാൾക്ക് ഒരു പേഷ്യൻറ്റ്. അതിൻ്റെതായ കാര്യങ്ങളുണ്ടെങ്കിലും പക്ഷേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലേക്ക്, അതായത് എൻ്റെ സ്ട്രെസ്സിൻ്റെ ഗ്രാജുവലായിട്ടുള്ള ലെവൽ കുറഞ്ഞു വന്നു. പ്രതീക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞ്, അതായത് അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുള്ളപ്പോഴാണ് ഈ മാറ്റം വന്നത്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, മാതാവിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് എന്തോ ശക്തി ഉണ്ടോ എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എല്ലായ്പ്പോഴും തന്നെ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, യേശുനാമത്തിലുള്ള ബുക്ക് വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, എന്തുകൊണ്ട് എനിക്ക് അന്ന് OIT നോക്കിക്കൂടാ? കാരണം വർക്ക് ചെയ്യുന്നവർക്കറിയാം, നേഴ്സുമാരുടെ ഇത് അറിയാം. കേരളത്തിൻ്റെ പുറത്താണെങ്കിലും ഈവൻ ഇന്ത്യയിലാണെങ്കിലും പോലും നമുക്ക് നമ്മുടെ ഒരു മിച്ചം വെച്ച് നമ്മുടെ ഫാമിലീനെ നോക്കുക, അല്ലെങ്കിൽ ഫാമിലിക്കൊരു എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നത് നമുക്ക് പറ്റത്തില്ല. അവസാന നാളിലൊക്കെ മീൻസ് ഒരു 6 month ആയപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പൈസ ഇങ്ങോട്ട് അയച്ചു തരേണ്ട അവസ്ഥയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു ഇതാക്കാതെ, അല്ലെങ്കിൽ 2 year വരെ നോക്കി നിൽക്കാനുള്ളൊരു സമയം എനിക്കില്ല. അങ്ങനെ പയ്യെ ഞാൻ OIT എന്നൊരു ഇതിലേക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഇടയ്ക്ക് നോക്കും, ലീവൊക്കെയുള്ള സമയത്ത് നോക്കും, ലിസണിങ്ങിൻ്റെ ഇതൊന്നും നോക്കും, അല്ലാതെ കാര്യമായിട്ടൊന്നും നോക്കിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അപ്പം എന്ന് പറഞ്ഞാൽ റെസിഗ്നേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. 1 year ആയിട്ടുള്ള ഒരു സ്റ്റാഫിന് അവർ റെസിഗ്നേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. കാരണം അവരൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞ് അവരവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാഫിനെ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും 1 year ആവും. ആ 1 year ആകുമ്പോഴത്തേക്കും അവർ റിസൈൻ ചെയ്ത് പോകുമെന്ന് പറയുമ്പം ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും സമ്മതിക്കുകയില്ല അവർ റെസിഗ്നേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ OIT എന്നൊരു ചിന്ത എൻ്റെ ഇതിലേക്ക് വന്നുകൊണ്ട് ഞാൻ റെസിഗ്നേഷൻ 1 year ആകുമ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ 1 year ആവുന്ന 13 December 2022. അപ്പോൾ 2 month മുമ്പേ October 15th കൊടുക്കണം.
ഉറപ്പാണ് ഞാൻ ആ ഫോം കൊണ്ടേ കൊടുത്തു. ഞാൻ ആ ഫോം കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തത് മാം കാണാതെയാണ്, അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് കാണാതെയാണ് ഞാനത് ഡൗൺലോഡ് ചെയ്ത് തന്നെയാണ് എടുത്തത്. കാരണം അത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവർ ഒട്ടും സമ്മതിക്കുകയില്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാനിത് വീട്ടിൽ അമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അമ്മ അറിയില്ല, അവർ തരുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല, കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, മാതാവ് കൂടെയുണ്ട്, നീ കൊടുത്തോ, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, October 15 തന്നെ അത് അവർ സാങ്ഷനാക്കി തരുമെന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അന്ന് എനിക്ക് ലീവായിരുന്നു, ഞാൻ എന്നിട്ടും ഓഫായിരുന്നിട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എൻ്റെ സബ്മിറ്റ് ചെയ്തു. ഞാൻ സബ്മിറ്റ് ചെയ്തപ്പം മാം എന്നോട് പറഞ്ഞു, ഐറിൻ നടക്കുകയില്ല, കാരണം നിങ്ങൾ 1 year അല്ലേ ആയുള്ളൂ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ ചൂസ് ചെയ്തുകൂടെ ഓപ്ഷൻ, സാലറി ഞാൻ ഇൻക്രീസ് ചെയ്ത് തരാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് അവർ തന്നു. ഞാൻ പറഞ്ഞു ഇല്ല മാം എനിക്ക് പറ്റുകയില്ല, ഞാൻ റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഞാൻ റെസിഗ്നേഷൻ തരികയില്ല എന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറഞ്ഞു. ആ ഫോം അവർ മാറ്റി വെച്ചതാണ്, അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചതാണ് ആ ഫോം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും പിറ്റേ ദിവസം പോയി ഒന്നുകൂടെ ഞാൻ മാമിനോട് പറഞ്ഞു, മാം പ്ലീസ് എനിക്കിത് റിസിഗ്നേഷൻ വേണം, എനിക്ക് വീട്ടിൽ പോകണം എന്നൊരു ഇതിൽ തന്നെ ഞാൻ ഉറച്ചു പറഞ്ഞു. അപ്പം മാം എന്നോട് പറഞ്ഞു അത് ഞാൻ ഇന്നലെ തന്നെ ഹയർ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല, കാരണം അങ്ങനെ അത്ര ഈസി ആയിട്ട് ഒരിക്കലും അത്ര ഈസി ആയിട്ട് റെസിഗ്നേഷൻ കൊടുക്കുകയില്ല. അതുപോലെ തന്നെ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടും അവർക്ക് അത്ര നമ്മളോട് അത്ര ഇതുണ്ടാവില്ല, കുറച്ച് ഹാർഡായിരിക്കും ഡ്യൂട്ടീസൊക്കെ. പക്ഷെ അതിൽ നിന്നെല്ലാം മാതാവ് എന്നെ രക്ഷിച്ചു, എന്നെ കാത്തു പരിപാലിച്ചു. അതുപോലെ തന്നെ ഡൽഹി എന്ന് പറയുന്നൊരു രാജ്യത്ത്, അതായത് ഡൽഹി ഞങ്ങൾ നിന്നിരുന്നത് കുറേ കാർ ആക്സസറീസൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം അവിടെ തിക്കും തിരക്കും, എന്താ പറയുക, ഒരു പെൺകുട്ടിക്ക് ഫ്രീ ആയിട്ട് നടന്നു പോകാൻ പറ്റിയൊരു സ്ഥലമല്ലായിരുന്നു അത്. കാരണം പേടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ആ 1 year എൻറ്റയർലി 1 year മാതാവ് കാത്തു പരിപാലിച്ചു, ഒന്നും പറ്റിയില്ല. പല അപകടത്തിൽ നിന്നും ബസ്സിൽ നിന്നൊക്കെ വീഴേണ്ടതായിരുന്നു, അതിൽ നിന്നെല്ലാം മാതാവ് രക്ഷിച്ചു, കാത്തു പരിപാലിച്ചു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് OET പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ വന്നിട്ട് പോകുന്നതിന് മുമ്പേ ഇവിടെ വന്ന് മാതാവിനെ കാണണം, കണ്ടിട്ടേ പഠിക്കാൻ പോവുള്ളൂ എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് എന്തുകൊണ്ട് അമ്മ അത്രയും തീവ്രമായിട്ട് പറയുന്ന ആ ഒരു കത്തൽ സത്യം പറഞ്ഞ് എൻ്റെ കയ്യിൽ അത്ര ആയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഉണ്ടായിരുന്നു, മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു, പക്ഷെ അത്ര ആളി കത്തുന്ന കത്തൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഈ സ്റ്റേജ് ഇവിടെ വന്ന് നിന്ന് മാതാവിനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണെന്നുള്ളത്. എനിക്ക് ആ മാതാവിനെ തന്നെ നോക്കിയിരിക്കാൻ തോന്നി. ഞാൻ തന്നെ അറിഞ്ഞില്ല, ഞാൻ കുറേ കരഞ്ഞു ഇവിടെ നിന്ന്. എൻ്റെ ഉള്ളിലുള്ള വിഷമവും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ തന്നെ കരഞ്ഞു തീർത്ത് ശാന്തമാക്കി. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ ഒരു ഇതും കൊണ്ടോ എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ടോ എൻ്റെ കഴിവും കൊണ്ടോ ഒരിക്കലും എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് OET. അമ്മ മാതാവെന്ന് പറയുന്ന, സഞ്ചാരി മാതാവെന്ന് പറയുന്ന അസാധ്യ കാര്യങ്ങൾ നേടിത്തരുന്ന മാതാവാണ്. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അമ്മയിൽ. എനിക്ക് ഈ OET അമ്മ പാസ്സാക്കി തരണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇനി ഒരു എക്സാം ഇത് എഴുതി കഴിഞ്ഞ് വേറൊരു എക്സാം എഴുതാൻ എൻ്റെ പൈസ ഇല്ല അമ്മയെന്ന് തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇല്ലയെന്ന് തന്നെയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് തേനും ഉപ്പും എല്ലാം വാങ്ങിയായിരുന്നു പഠിക്കാൻ പോകുന്നതിന് മുമ്പ്. പിന്നെ കൊന്ത വാങ്ങി, കാശ് രൂപ എല്ലാം വാങ്ങിയാണ് പഠിക്കാൻ പോയത്. ഞാൻ നേരത്തെ പഠിച്ച കോഴിക്കോട് തന്നെയാണ് ഞാൻ പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് 3 മാസം കോഴ്സ് അറ്റൻഡ് ചെയ്തു. 4ാമത്തെ മാസമായപ്പം എക്സാം ഡേറ്റ് എടുക്കാമെന്നുള്ളതായി. ഞാൻ എക്സാം ഡേറ്റ് എടുക്കാനിരുന്നത് April 15-നാണ്. April 15-ന് എക്സാം ഡേറ്റ് എടുക്കട്ടെ എന്ന് മാതാവിനോട് ചോദിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പറ്റുവാണെങ്കിൽ, എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാതാവേ എന്നെയും കൊണ്ട് April 15 ഡേറ്റ് എടുപ്പിക്കാവുള്ളൂ. കാരണം അത്രയും പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റിയല്ല ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ. കാരണം കടം മേടിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുമായിരിക്കും ഇതാക്കുന്നത്. അതിനോട് ഈ പൈസ പോയി പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരിക്കലും നേരിടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മാതാവ് പറഞ്ഞു, April 15 എടുക്കുവാണെങ്കിൽ എനിക്ക് പറ്റുന്നതായിരിക്കണം മാതാവ്, എനിക്ക് കിട്ടുന്ന ഒരു ഡേറ്റ് ആയിരിക്കണം, എനിക്ക് തരുന്ന ഒരു ഡേറ്റ് ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്തുകൊണ്ടോ ഞാൻ April 15 എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഭയം. ആ ഒരു ഡേറ്റ് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട്
ഭയങ്കരമായിട്ട് ഒരു ഭയം തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഏപ്രിൽ 15 ഉപേക്ഷിച്ചിട്ട് ഏപ്രിൽ 29 ഞാൻ OETക്ക് ഡേറ്റ് എടുത്തു. അപ്പം ഈ സമയത്തൊക്കെ പണ്ടത്തെ ബൈബിൾ വായനയിലൊക്കെ പുറകോട്ടായിരുന്നത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടാക്കാൻ തുടങ്ങി. നന്നായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയാണ് നിന്നത്. ഒരു ദിവസം പോലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല. അതിൻ്റെ കൂടെ ഞങ്ങൾ ഉടമ്പടി, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പം അവൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഞങ്ങളുടെ നെറ്റിയിൽ തൈലം കുരിശ് വരച്ച് തരും. അങ്ങനെ ഞങ്ങൾ വിശ്വാസപൂർവ്വം തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ ഏപ്രിൽ 29 ഡേറ്റായി. ആകെപ്പാടെ ടെൻഷനാണ്, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അതിനു മുമ്പേ, എക്സാം എഴുതുന്നതിന് മുമ്പേ ഞാൻ ഒന്നുകൂടെ കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വന്നപ്പം എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു കാശ് രൂപം തന്നു. കാശ് രൂപം തന്നിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോഴെല്ലാം ഈ കാശ് രൂപം സ്റ്റഡി മെറ്റീരിയൽസിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം എന്നിട്ട് ആ കാശ് രൂപം തന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞു, മാതാവി, ഇനി ഞാൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്ക് സാക്ഷ്യം പറയാനായിരിക്കണം ഞാൻ വരുന്നത്, അല്ലാണ്ട് എന്നെ ഇവിടെ വരുത്തിക്കല്ലേ, സാക്ഷ്യം വരാനായിരിക്കണം ഞാനിവിടെ വരുന്നതെന്ന് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ ഇവിടുന്ന് പോയി. എക്സാം അന്നായി. എക്സാമിൻ്റെ അന്ന് അമ്മ എനിക്ക് അമ്മയുടെ ഉടമ്പടിയുടെ കാശ് രൂപം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ കൈക്കൊന്തേ കെട്ടി. ഞാനത് ഓരോ നോട്ടിടുമ്പം ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ആ ഉടമ്പടി കാശ് രൂപം ആ കൊന്തയിൽ കെട്ടിയത്. അങ്ങനെ എക്സാം ഡേറ്റിൻ്റെ അന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് ഞങ്ങൾക്ക് എക്സാം സെൻറ്റർ കിട്ടിയത്. ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായി പോയപ്പം ഞങ്ങൾ നോക്കിയിട്ടൊന്നും ഓട്ടോ കാണുന്നില്ല. സാധാരണ ആ സമയത്ത് എപ്പോഴും ഓട്ടോ വരുന്നതാണ്. ആ ഇറങ്ങിയ സമയത്താകുമ്പോൾ ഒറ്റ ഓട്ടോ ഇല്ല. അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങൾക്കൊരു ഓട്ടോ, കാരണം ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാതാവേ, ഒരു ഓട്ടോ എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിച്ച് തായോ. ഞങ്ങൾ എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പം കൃത്യം ഞങ്ങളുടെ മുന്നിൽ, ഒരിക്കലും അങ്ങനെ വന്ന് നിൽക്കേണ്ടതല്ല, കൃത്യം ഞങ്ങളുടെ മുന്നിൽ ഒരു ഓട്ടോ വന്ന് നിന്നു. അതിൽ നിന്ന് ഒരു അമ്മച്ചി ഇറങ്ങി മാറിപ്പോവുകയും ചെയ്തു. ഞങ്ങൾ അമ്മച്ചിയുടെ ഫേസ് ഒന്നും കണ്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അത് മാതാവിൻ്റെ ഒരു പ്രസൻസ് തന്നെയായിരുന്നു എന്നുള്ള ഉറപ്പായിരുന്നു. ആ ഒരു ഇതിൽ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എക്സാമിന് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം ഇറങ്ങാൻ നേരത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ എൻ്റെ കൂടെ വരണേ എന്നുള്ളത്. അതുപോലെ തന്നെ എക്സാം എഴുതുന്നതിൻ്റെ 1 വീക്ക് മുന്നേ എൻ്റെ നാക്ക് ഫുൾ പൊട്ടിയിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് ഊരിയത്. ക്ലിപ്പ് ഇട്ടതുകൊണ്ട് തന്നെ മൗത്ത് അൾസേഴ്സ് പോലെ വരുന്നുണ്ടായിരുന്നു. അതെൻ്റെ നാക്കിൽ വന്നു. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, നമുക്കറിയാം നാക്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അനക്കാൻ പോലും പറ്റത്തില്ല. അപ്പം സ്പീക്കിംഗ് ഒക്കെ കുളമാവുന്നതന്നെ വിചാരിച്ചാണ് ഞാൻ പോയത്. ആ 1 വീക്ക് മുമ്പ് ഞാനൊന്നും സ്പീക്കിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അപ്പം എണ്ണയും പെരട്ടുമായിരുന്നു, അതുപോലെ തന്നെ തേനും പെരട്ടുമായിരുന്നു ആ അൾസറിൽ. ഇത്രയെല്ലാം പേടിച്ചാണ് ഞാൻ ഒന്നും ചെയ്യാണ്ട്, സ്പീക്കിംഗ് ഒന്നും ചെയ്യാണ്ടും കൂടെ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴും ഓരോ ഇതിൽ നടക്കുമ്പോഴെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നടന്നത്. എക്സാം ഹാളിൽ കയറിയപ്പം എനിക്ക് കിട്ടിയ സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റോ ആയിരുന്നു. ആ ഒരു ഫസ്റ്റ് റോയിലെ ഏറ്റവും അവസാനത്തെ സീറ്റായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ അവിടെ ചെന്ന് ഇരുന്നപ്പം ഇരിക്കുന്നതിന് മുമ്പ് കസേരയുടെ കുറച്ച് മുന്നോട്ട് ആഞ്ഞിരുന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വലതുവശത്ത് ഈശോയ്ക്ക് ഇരിക്കാനും ഇടതുവശത്ത് മാതാവിന് ഇരിക്കാനുമുള്ള സ്ഥലം ഞാൻ വിട്ടിട്ടുണ്ട് ഈശോയെ, മാതാവ് രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ കുറച്ച് മുന്നോട്ട് കയറിയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് എന്താ പറയുക, ഒരു പ്രസൻസ്, അതായത് എൻ്റെ പുറകിൽ ആരോ ഉണ്ട് എൻ്റെ കൂടെ ആരോ ഉണ്ട് എന്നൊരു പ്രസൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണത്തില്ല. പക്ഷേ എനിക്കെന്തോ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്നുള്ളൊരു പ്രസൻസ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഉപ്പെടുത്ത് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
ഞാൻ ഓരോ മൊഡ്യൂളിൻ്റെ പേപ്പർ കിട്ടുമ്പോഴും 4 അറ്റത്തും കുരിശ് വരച്ച് മാതാവേ എന്നെ ഇനി ഈ ഒരു എക്സാം ഇനി എന്നെ എഴുതിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഉപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിച്ചാണ് ഓരോ മൊഡ്യൂളും കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ആ എക്സാം സെൻറ്റർ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോഴും ഉപ്പ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ നിക്ഷേപിച്ചിട്ടാണ് പോയത്. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഈശോയിലേക്ക് അടുക്കാമെന്നും മാതാവിലേക്ക് അടുക്കാമെന്നും വിചാരിച്ചു. കാരുണ്യപ്രവർത്തികൾ ചെയ്തു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടി നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി അവരെ കുളിപ്പിക്കുകയും അവർക്ക് നഖം വെട്ടി കൊടുക്കുകയും അവരുടെ കാര്യങ്ങളിലൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും എൻ്റെ വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ഞാൻ അതിനുശേഷം എല്ലാ ദിവസവും തന്നെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോക്കും ഞാൻ ഷെയർ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഇപ്പം ആർക്കെങ്കിലും മാതാവിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എൻ്റെ കയ്യിൽ ഉണ്ടാവുന്ന കുറച്ച് അഡീഷണൽ കാശ് രൂപം ഉണ്ടാവും. അതിപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ എൻ്റെ അടുത്ത് റൂമിൽ വന്ന് നിന്നവർക്കൊക്കെ ഞാൻ കൊടുത്തു.